ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഓഫീസ് അറ്റൻഡർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഇംഗ്ലീഷ് വിഭാഗത്തിലെ കോൺകോഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ ഏറ്റവും വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയയാണ് കോൺകോഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം കേരള ഹൈക്കോടതിയുടെ പരീക്ഷയ്ക്ക് 10 മാർക്കിനാണ് ഈ പറയുന്ന ഇംഗ്ലീഷ് വിഭാഗത്തിലെ ചോദ്യങ്ങൾ വരാറുള്ളത്. അതിൽ 10 മാർക്കിനും ഗ്രാമർ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. അതായത് വൊക്കാബുലറി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒന്നും തന്നെ കേരള ഹൈക്കോടതിയുടെ OA പരീക്ഷകൾക്ക് ഇതുവരെ നൽകിയിട്ടില്ല. എന്നാൽ ഇതുവരെ നൽകിയ പരീക്ഷാ പേപ്പറിലൊക്കെ വന്നിരിക്കുന്നത് മുഴുവനായിട്ടും ഗ്രാമർ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഗ്രാമറിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവരും ഇംഗ്ലീഷിലെ ഗ്രാമർ പാർട്ട് കൃത്യമായിട്ട് പഠിച്ചെടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺകോഡ് എന്ന് പറയുന്ന പാഠഭാഗമാണ്. എന്താണ് കോൺകോഡ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻ്റാണ് കോൺകോഡ് എന്ന് പറയുന്നത്. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻ്റാണ് ശരിക്ക് കോൺകോഡ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ സബ്ജക്റ്റ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം വരുന്ന വെർബ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു വെർബ് ഉപയോഗിക്കുമ്പോൾ അതിൽ വരുന്ന സബ്ജക്റ്റ് എങ്ങനെയായിരിക്കണം, ഇതാണ് സത്യത്തിൽ കോൺകോഡ് എന്ന് പറയുന്നത്. അതായത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ് കോൺകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് ഇംഗ്ലീഷിലെ കോൺകോഡ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ അധികം പറഞ്ഞ് ദീർഘിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് ഏകദേശം 30ഓളം നിയമങ്ങളാണ് കോൺകോഡ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള നിയമങ്ങളാണ്, വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നിയമങ്ങളാണ്. അതിൽ ഒന്നാമത്തെ നിയമമാണ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വെർബ് സിംഗുലർ ആയിരിക്കണമെന്ന് പറയുന്നതാണ് ഒന്നാമത്തെ നിയമം. ശ്രദ്ധിച്ച് കേൾക്കുക. സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വെർബും സിംഗുലർ ആയിരിക്കണം. മനസ്സിലാകാത്തവർക്കായിട്ട് ഞാനൊരു ചോദ്യം നൽകാം. ചോദ്യം ഇതാണ്: എൻ ഹോണസ്റ്റ് മാൻ നെവർ ഡാഷ് ലൈസ്. എൻ ഹോണസ്റ്റ് മാൻ നെവർ ഡാഷ് ലൈസ് എന്ന് പറഞ്ഞ ഒരു ചോദ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ 4 ഓപ്ഷനുകളുണ്ട്: ടെൽസ്, ടെല്ലിങ്, ഹാവ് ടോൾഡ്, ടോൾഡ്. സാധാരണ ഈ ഒരു റൂൾ അറിയാത്തവർ ആദ്യം ചെയ്യാൻ പോകുന്നത് ആ ഒരു സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കും. ശേഷം നമ്മളിങ്ങനെ പറഞ്ഞു നോക്കും അല്ലേ, എൻ ഹോണസ്റ്റ് മാൻ നെവർ ടെൽസ് ലൈസ് ആണോ അല്ലെങ്കിൽ ടെല്ലിങ് നൈസ് ആണോ, അതിൽ നമ്മുടെ വായിക്ക് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണോ അതാണ് നമ്മൾ അറിയില്ലെങ്കിൽ സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ഉപയോഗിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഇനി അങ്ങനെ ഉപയോഗിക്കാതെ നിയമം പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ കർപ്പിക്കാം. നമ്മൾ നിയമം എന്താ പഠിച്ചേ? സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വെർബും സിംഗുലർ ആയിരിക്കണം എന്നല്ലേ ഒന്നാമത്തെ നിയമം പഠിച്ചേ. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? നമുക്ക് ആദ്യം സബ്ജക്റ്റ് ഏതാണെന്ന് അറിയണമല്ലോ. ഇതിലേതാണ് സബ്ജക്റ്റ്? എൻ ഹോണസ്റ്റ് മാൻ എന്നുള്ളതാണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ. എൻ ഹോണസ്റ്റ് മാൻ എന്നുള്ളതാണ് സബ്ജക്റ്റ്. അതായത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ എൻ ഹോണസ്റ്റ് മാൻ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ള കാര്യം. നിങ്ങൾ നോക്കിയേ, എൻ ഹോണസ്റ്റ് മാൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരാളല്ലേ ഉള്ളൂ. അതായത് എൻ ഹോണസ്റ്റ് മാനിൻ്റെ അർത്ഥം എന്താ? ഒരു സത്യസന്ധനായിട്ടുള്ള മനുഷ്യൻ എന്നുള്ളതല്ലേ അർത്ഥം. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ അല്ലേ. അതായത് ഇവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഒരാളല്ലേ ഇവിടെയുള്ളൂ. ഈ ഒരു സബ്ജക്റ്റിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ അതിന് ശേഷം വരുന്ന വെർബ് എന്തായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സിംഗുലർ തന്നെ ആയിരിക്കണമെന്നാണ് കോൺകോഡിലെ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, 4 ഓപ്ഷനുകളുണ്ട്: ടെൽസ്, ടെല്ലിങ്, ഹാവ് ടോൾഡ്, ടോൾഡ്. ഇതിലേതാണ് സിംഗുലർ വെർബ്? അത് കണ്ടുപിടിക്കാൻ അറിയണ്ടേ? ഈ കാണുന്ന 4 ഓപ്ഷനുകളിൽ ഏതാണ് സിംഗുലർ എന്നറിയാതെ നമുക്ക് ആ ഓപ്ഷൻ കറപ്പിക്കാൻ സാധിക്കില്ല. അതിനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് വെർബിൻ്റെ സിംഗുലർ പ്ലൂറൽ കാണാൻ വളരെ സിമ്പിളാണ്. അതായത് വെർബിൻ്റെ V1 ഫോമിൽ എസ്, ES എന്നിവ ചേർന്ന് വരുന്നതാണ് സിംഗുലർ വെർബ്. വെർബിൻ്റെ V1 ഫോമിൽ എസ്, ES ചേർന്ന് വരുന്നതാണ് V1 ഫോം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകാം. ഒന്നുമില്ല, നിങ്ങൾ ഒറ്റൊരു ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. CRY എന്ന് പറഞ്ഞാൽ എന്താ? ക്രൈ. ഇതിൻ്റെ കൂടെ ഒരു ES ചേർത്തിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറി? ക്രൈസ് എന്നായിട്ട് മാറി.
അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. വെർബിൻ്റെ V1 ഫോമിൽ എസ് ഇ എസ് എന്നിവ ചേർന്ന് വരുന്നതാണ് സിംഗുലർ വെർബ്. നിങ്ങളിവിടെ നോക്കിയേ, CRY എന്നുള്ളതിൻ്റെ കൂടെ പ്ലസ് ES കൂടെ ചേർത്തപ്പോൾ CRIES, അതായത് ക്രൈസ് എന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ വെർബിൻ്റെ V1 ഫോമിൽ എസ് അല്ലെങ്കിൽ ES ചേർന്ന് വരുന്നതാണ് സിംഗുലർ വെർബ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്ലൂരൽ വെർബ് എങ്ങനെ കണ്ടെത്താം? ഒന്നുമില്ല. ഈ പറയുന്ന വെർബിൻ്റെ V1 ഫോമിൽ എസും ESും ഒഴിവാക്കിയ ബേസ് ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലൂറൽ ഫോം എന്ന് പറയുന്നത്. അതായത് CRIES എന്ന് പറയുന്നത് എന്താ? സിംഗുലർ വെർബാണ്. എന്നാൽ CRY എന്താ? അത് പ്ലൂറൽ ഫോമാണ്. കാരണം അവസാനം ESO അല്ലെങ്കിൽ SO ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അതെന്താണ്? പ്ലൂറലാണ്. അപ്പോൾ എസും ESും ചേർന്നാൽ അതെന്താണ്? അതാണ് സിംഗുലർ വെർബ്. എന്നാൽ എസും ESും ഒഴിവാക്കിയതാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താ? പ്ലൂറൽ വെർബ്. അത്രയും കാര്യങ്ങൾ സെറ്റാണല്ലോ. ഇനി നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, എൻ ഹോണസ്റ്റ് മാൻ നെവർ ഡാഷ് ലൈസ് എന്ന് പറയുമ്പോൾ ഇതിലേതാടാ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ടെൽസ് ഉണ്ട്, ഹാവ് ടോൾഡ് ഉണ്ട്, ടെല്ലിംഗ് ഉണ്ട്, ടോൾഡ് ഉണ്ട്. ഇനി നിങ്ങൾ കണ്ണും പൂട്ടി പറയും TELLS ടെൽസ് ആണ് അല്ലേ? കാരണം എന്താ? കണ്ടുപിടിക്കേണ്ട മാർഗം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? TELLS ടെൽസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായല്ലോ. അതായത് ഇവിടെ ഇത്ര മാത്രമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വെർബും സിംഗുലർ ആയിരിക്കണം എന്നുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള കോൺകോർഡിലെ നിയമമാണ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ നിയമം, സെൻറ്റൻസിലെ സബ്ജക്റ്റ് പ്ലൂറൽ ആയാൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇതാണ് രണ്ടാമത്തെ നിയമം. എത്ര സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. നമ്മൾ നേരത്തെ പഠിച്ച എന്താ? സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വെർബും സിംഗുലർ ആയിരിക്കണം. നമ്മൾ രണ്ടാമത് പഠിക്കുന്നത് എന്താ? സെൻറ്റൻസിലെ സബ്ജക്റ്റ് പ്ലൂറൽ ആയാൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഞാൻ മറ്റൊരു ചോദ്യം തരാം. ഇത് 2017 വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ചൂസ് എ സെൻറ്റൻസ് ദാറ്റ് ഹാസ് ആൻ എറർ ഇൻ ഇറ്റ്. അതായത് തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായിട്ടുള്ള സെൻറ്റൻസ് കണ്ടുപിടിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. 4 ഓപ്ഷനുകൾ നൽകുന്നു. എ ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത് ദേ വാക്ക് ഇൻ എ മോഡറേറ്റ് സ്പീഡ്. ബി ഓപ്ഷൻ ദ ചിൽഡ്രൻ വാണ്ട്സ് ടു പ്ലേ. സി ഓപ്ഷൻ ദ ബേബി ഈസ് ക്രൈയിങ് ലൗഡ്ലി. ഡി ഓപ്ഷൻ ദ മെമ്പേഴ്സ് വിൽ പേ ദ ബിൽ. ഈ 4 ഓപ്ഷനുകളിൽ ഏതാണ് തെറ്റായിട്ടുള്ള സെൻറ്റൻസ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ പരിശോധിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? ദേ വാക്ക് ഇൻ എ മോഡറേറ്റ് സ്പീഡ് എന്നതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് കാണാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളിവിടെ ഇത്ര മാത്രമേ നോക്കേണ്ടതുള്ളൂ. ആദ്യം സബ്ജക്റ്റ് നോക്കുക, രണ്ടാമത് വെർബ് നോക്കുക. ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? ദേ ആണ് ഇവിടെ സബ്ജക്റ്റ് അല്ലേ? ദേ അല്ലേ ഇവിടെ സബ്ജക്റ്റ്? ദേ എന്ന് വെച്ചാൽ അവരെന്ന് പറയുമ്പോൾ ഒരാളാണോ ഉണ്ടാവുക? അല്ല. നമ്മൾ ഒരാളെ അവര് എന്ന് പറയില്ലല്ലോ. ഒരാളാണെങ്കിൽ നമ്മൾ അവർ എന്ന് പറയില്ല, അല്ലെങ്കിൽ ദേ എന്ന് പറയില്ല അല്ലേ? അപ്പോൾ ദേ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ദേ എന്ന് പറയുന്നത് പ്ലൂറൽ ആയത്? ദേ എന്ന് പറയുന്നത് ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ദേ എന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? പ്ലൂറൽ എന്ന് പറയുക. അപ്പോൾ ദേ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വെർബാണ്. ഇതിലേതാണ് വെർബ് എന്ന് പറഞ്ഞത്? നിങ്ങൾ വാക്കിൻ്റെ മോഡറേറ്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണ് വെർബ്? വാക്കാണോ അല്ലെങ്കിൽ മോഡറേറ്റ് സ്പീഡാണോ? നിങ്ങൾ ആദ്യമായിട്ട് വെർബ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. വെർബ് സിമ്പിളായിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പ്രവൃത്തികളില്ലേ, അതാണ് വെർബ് എന്നുള്ള കാര്യം മാത്രം ഇപ്പോൾ ഇവിടെ ചിന്തിച്ചാൽ മതി. അതായത് നമ്മൾ ചാടുന്നു, ഓടുന്നു, നിൽക്കുന്നു, നടക്കുന്നു, എഴുതുന്നു, അങ്ങനെയുള്ള ഒരുപാട് പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നില്ലേ? അങ്ങനെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് വെർബ് എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ. ദേ വാക്ക് ഇൻ എ മോഡറേറ്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രവൃത്തി ഏതാണ്? അഥവാ വെർബ് ഏതാണ്? വാക്ക് അല്ലേ? വാക്ക് എന്ന് പറയുന്നത് എന്താണ്? നടക്കുക എന്നല്ലേ അർത്ഥം വരുന്നത്? വാക്ക് എന്ന് പറയുന്നത് എന്താണ്? നടക്കുക എന്നല്ലേ? അതൊരു പ്രവൃത്തിയല്ലേ? അപ്പോൾ അതല്ലേ ഈ ഒരു സെൻറ്റൻസിലെ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ
വെർബും കണ്ടുപിടിച്ചു, സബ്ജക്റ്റും കണ്ടുപിടിച്ചു. സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വെർബ് പ്ലൂറൽ ആണോ അല്ലെങ്കിൽ സിംഗുലർ ആണോ? നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാം. WALK വാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് എസ് ഉണ്ടോ അല്ലെങ്കിൽ ES ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? WALK വാക്ക് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്ത് വെർബാണ്? സിംഗുലർ വെർബാണോ അല്ലെങ്കിൽ പ്ലൂറൽ വെർബാണോ? ഇത് പ്ലൂറൽ വെർബാണ്. നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ, വെർബിൻ്റെ V1 ഫോമിൽ എസ് ES എന്നിവ ചേർന്ന് വരുന്നത് എന്താണ്? സിംഗുലർ വെർബ്. വെർബിൻ്റെ V1 ഫോമിൽ എസ് ES എന്നിവ ഒഴിവാക്കിയ ബേസ് ഫോമിനെയാണ് പ്ലൂറൽ വെർബ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. അപ്പോൾ ദേ വർക്ക് ഇൻ എ മോഡറേറ്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. അതുപോലെ വാക്ക് എന്ന് പറയുന്ന വെർബ് എന്താണ്? പ്ലൂറലാണ്. അപ്പോൾ വേറെ തെറ്റൊന്നും ഇതിൽ കാണാൻ സാധിക്കുന്നില്ല. അതായത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് ഇവിടെ കറക്റ്റാണ്. അതായത് നമ്മുടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്തായിരുന്നു? സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വെർബ് സിംഗുലർ ആയിരിക്കണം. അതുപോലെ സെൻറ്റൻസിലെ സബ്ജക്റ്റ് പ്ലൂറൽ ആയാൽ വെർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഇതല്ലേ നിയമം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കൃത്യമായിട്ട് ആ നിയമം പാലിക്കുന്നുണ്ടോ? ഉണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, The children wants to play. The children wants to play എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ആദ്യം സബ്ജക്റ്റ് കണ്ടുപിടിച്ചേ. സബ്ജക്റ്റ് ഏതാണ്? ദ ചിൽഡ്രൻ ആണല്ലേ. ചിൽഡ്രൻ ആണ് ഇവിടെ സബ്ജക്റ്റ്. അതായത് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളാണ് ഇവിടെ സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് സിംഗുലർ സബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? അത് പ്ലൂറൽ സബ്ജക്റ്റ് അല്ലേ. കാരണം കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കടന്നിരിക്കുന്നു. അതായത് സബ്ജക്റ്റ് കണ്ടുപിടിച്ചു. സബ്ജക്റ്റ് കണ്ടുപിടിച്ച ശേഷം ആ പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കി. ചിൽഡ്രൻ എന്നതാണ് സബ്ജക്റ്റ്. അപ്പോൾ ചിൽഡ്രൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ്? പ്ലൂറൽ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഇനി നമ്മൾ വെർബ് കണ്ടുപിടിക്കണം. ഇതിലേതാണ് വെർബ്? വാൺസ് എന്ന് പറയുന്നതാണ് വെർബ് അല്ലേ. WANTS വാൺസ് എന്ന് പറയുന്നതല്ലേ വെർബ്. അപ്പോൾ ഈ വെർബ് എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? വാൺസ് എന്ന് പറയുന്ന വെർബ് സിംഗുലർ ആണ്. കാരണം എന്താ? WANT കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന എന്താ? S ആണ്. അപ്പോൾ വാൺസ് എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്. എന്നാൽ ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഇവിടെയാണ് നമ്മുടെ നിയമം നമ്മൾ ഓർക്കേണ്ടത്. സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വെർബും സിംഗുലർ ആയിരിക്കണം. സെൻറ്റൻസിലെ സബ്ജക്റ്റ് പ്ലൂറൽ ആയാൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. നിങ്ങളിവിടെ നോക്കിയേ. സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള ചിൽഡ്രൻ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. എന്നാൽ വാൺസ് എന്ന് പറയുന്ന വെർബ് സിംഗുലർ വെർബാണ്. അപ്പോൾ നമ്മുടെ നിയമം ശരിയായിട്ട് ഇവിടെ ഈ ഒരു സെൻറ്റൻസിൽ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഈ പറയുന്ന B ഓപ്ഷനാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. കാരണം എന്താ? ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതിനാൽ ചിൽഡ്രൻ വാണ്ട്സ് ടു പ്ലേ എന്നല്ല വരിക, ചിൽഡ്രൻ വാണ്ട് ടു പ്ലേ എന്നതാണ് ശരിയായിട്ടുള്ള പ്രയോഗം. അതായത് WANTS എന്നത് വേണ്ട, WANT എന്നത് മാത്രമേ ശരിയായിട്ട് ഇവിടെ പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ രണ്ട് നിയമങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി അടുത്തതായിട്ടുള്ള നിയമം, മൂന്നാമത്തെ നിയമം. I, we, you, they എന്നിവ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ പ്ലൂറൽ വെർബും ഹി, ഷീ, ഇറ്റ് എന്നിവയ്ക്കൊപ്പം സിംഗുലർ വെർബും ഉപയോഗിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? I, we, you, they എന്നിവ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഹി, ഷീ, ഇറ്റ് എന്നിവയ്ക്കൊപ്പം സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഞാനൊരു ചോദ്യം തരാം. ചോദ്യം ഇതാണ്: I dash written a letter to him. ശേഷം 4 ഓപ്ഷനുകളും തന്നിട്ടുണ്ട്. A ഓപ്ഷനായിട്ട് ഹാസ് തന്നിട്ടുണ്ട്, B ഓപ്ഷനായിട്ട് ഹാവ്, C ഓപ്ഷനായിട്ട് ഈസ്, D ഓപ്ഷനായിട്ട് നൺ ഓഫ് ദസ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കിയേ. I, we, you, they എന്നിവ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ പ്ലൂറൽ വെർബും ഹി, ഷീ, ഇറ്റ് എന്നിവയ്ക്കൊപ്പം സിംഗുലർ വെർബും ഉപയോഗിക്കണം എന്നതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന നിയമം.
ഇവിടെ ആദ്യം വന്നിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? ഐ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്നാണ് പഠിച്ചിരിക്കുന്നത്? പ്ലൂരൽ വെർബ് ഉപയോഗിക്കണം എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഐ ഹാസ് റിട്ടൺ എ ലെറ്റർ ടു ഹിം എന്നാണോ പറയുക? ഐ ഈസ് റിട്ടൺ എ ലെറ്റർ ടു ഹിം എന്നാണോ പറയുക? ഐ ഹാവ് ടു റിട്ടൺ എ ലെറ്റർ എന്നാണോ പറയുക? ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? നിങ്ങൾ തന്നെ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഹാസ് ആണോ, ഈസ് ആണോ, ഹാവ് ആണോ? നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹാസ് എന്ന് പറയുന്നത് സിംഗുലറിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈസ് എന്ന് പറയുന്നതും സിംഗുലറിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക. അതുപോലെ ഹേവ് എന്ന് പറയുന്നത് പ്ലൂറലിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതായത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹാസും ഈസും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക്? അത് സിംഗുലറിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഹാവ് എന്ന് പറയുന്നത് എന്താണ്? അത് പ്ലൂറലിൻ്റെ കൂടെയാണ് എപ്പോഴും ഉപയോഗിക്കുക എന്നുള്ള കാര്യവും മനസ്സിലായല്ലോ. ഇനിയെങ്കിൽ നിങ്ങൾ ശരിയായിട്ടുള്ള ആൻസർ പറഞ്ഞേ. ഐ ഹാസ് റിട്ടൺ എ ലെറ്റർ ടു ഹിം എന്നാണോ, ഐ ഹാവ് ടു റിട്ടൺ എ ലെറ്റർ ടു ഹിം എന്നാണോ, അല്ലെങ്കിൽ ഐ ഈസ് റിട്ടൺ എ ലെറ്റർ ടു ഹിം എന്നുള്ളതാണോ ശരിയായിട്ടുള്ള ആൻസർ? ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ ടു ഹിം എന്നുള്ളതാണ്. ഈ ഒരു നിയമവും എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ചത് 3 നിയമങ്ങളാണ്. ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വെർബ് സിംഗുലർ ആയിരിക്കണം. രണ്ടാമത്തെ നിയമം സെൻറ്റൻസിലെ സബ്ജക്റ്റ് പ്ലൂറൽ ആയാൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. മൂന്നാമത്തെ നിയമം ഐ, വി, യു, ദേ എന്നിവ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ പ്ലൂറൽ വെർബും ഹി, ഷീ, ഇറ്റ് എന്നിവയ്ക്കൊപ്പം സിംഗുലർ വെർബുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. 3 റൂളുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 4ാമത്തെ റൂളിലേക്ക് കടക്കുന്നു. 4ാമത്തെ റൂൾ എന്താണ്? മോഡൽ ഓക്സിലറി വെർബ്സ് ആയിട്ടുള്ള വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് എന്നിവ ഒരു വാക്യത്തിൽ വരുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കും? ബേസ് ഫോമിൽ അഥവാ V1 ഫോമിലായിരിക്കും. മോഡൽ ഓക്സിലറി വെർബ്സ് ആയിട്ടുള്ള വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ഇവ ഒരു വാക്യത്തിൽ വരുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം എടാ? ബേസ് ഫോമിൽ അഥവാ V1 ഫോമിൽ ആയിരിക്കണം. അതായത് നിങ്ങൾ ഇത്ര മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിൻ്റെ കൂടെ നിങ്ങൾ എസ്, ഇ എസ് ഇതൊന്നും ചേർക്കാൻ പാടില്ല. എസ്, ഇ എസ് എന്നൊന്നും ചേർക്കാൻ പാടില്ല. അതിൻ്റെ ഏറ്റവും ബേസ് ഫോമിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ഞാനൊരു ചോദ്യം തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. ചോദ്യം ഇതാണ്: വിച്ച് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഈസ് റോങ്? എന്നിട്ട് 4 ഓപ്ഷനുകൾ തന്നിരിക്കുന്നു. എ ഓപ്ഷനായിട്ട് ഹി വിൽ, ബി ഓപ്ഷനായിട്ട് വെയിറ്റ്സ് ഹിയർ, സി ഓപ്ഷനായിട്ട് ടിൽ, ഡി ഓപ്ഷനായിട്ട് യു കം. ഇതിൽ ഈ ഒരു സെൻറ്റൻസിൻ്റെ ഏത് പാർട്ടാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ സബ്ജക്റ്റ് നോക്കുവാണെങ്കിൽ ഏതാണ്? ഹി എന്നുള്ളതാണ് സബ്ജക്റ്റ് അല്ലേ. ഹി എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഹി എന്നുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ആദ്യം പഠിച്ച റൂള് പ്രകാരമാണെങ്കിൽ എന്താ വരേണ്ടത്? വെർബ് എന്താ വരേണ്ടത്? വെർബ് സിംഗുലറിലേ വരേണ്ടത്. അതായത് നമ്മൾ പഠിച്ച നിയമം പ്രകാരം സെൻറ്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വെർബും സിംഗുലർ ആയിരിക്കണം എന്നല്ലേ നമ്മൾ ആദ്യം പഠിച്ചത്. ഇവിടെ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഹി എന്ന് പറഞ്ഞാൽ എത്രയാളാ? ഹി എന്ന് പറഞ്ഞത് ഒരാളാണ്. ഹി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ഹി എന്ന് പറഞ്ഞാൽ അവൻ എന്നല്ലേ അർത്ഥം. ഹി എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം. അവൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് എന്ത് സബ്ജക്റ്റാ? സിംഗുലർ സബ്ജക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം വരുന്ന വെർബ് എന്തായിരിക്കണമെന്നാണ് നമ്മൾ പഠിച്ചത്? സിംഗുലർ വെർബ് ആയിരിക്കണമെന്നാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ പോരാ. നിങ്ങൾ ഇവിടെ നോക്കിയേ, ഹി വിൽ വെയിറ്റ്സ് ഹിയർ ടിൽ യു കം എന്ന് പറയുമ്പോൾ ഹീക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു മോഡൽ ഓക്സിലറി വെർബ് ഉണ്ട് ഇവിടെ. ഏതാണ് വെർബ്? മോഡൽ ഓക്സിലറി വെർബ് വിൽ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വെർബ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച ഏറ്റവും അവസാനമായിട്ട് 4ാമത് പഠിക്കുന്ന നിയമം എന്താ? മോഡൽ ഓക്സിലറി വെർബ്സ് ആയിട്ടുള്ള വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് എന്നിവ ഒരു വാക്യത്തിൽ വരുമ്പോൾ
അതിനെ തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും ബേസ് ഫോമിൽ അഥവാ V1 ഫോമിലായിരിക്കണം. അതായത് നിങ്ങൾ എസ് ഇ എസ് എന്നൊന്നും ചേർക്കാതെ നേരിട്ടുള്ള ഏറ്റവും ബേസ് ഫോമിലായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം, ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ്, അത് കഴിഞ്ഞ ശേഷം വന്നിരിക്കുന്ന വെർബ് ഏതാണ്? വെയ്റ്റ്സ് ഹിയർ അല്ലേ? വെയ്റ്റ്സ് ഹിയർ എന്ന് പറയുമ്പോൾ വെയ്റ്റ്സ് എന്ന് പറയുന്നതാണ് അവിടെ വെർബായിട്ട് വരുന്നത്, കാത്തു നിൽക്കുക അല്ലേ? അപ്പോൾ വെയ്റ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? വെർബാണ്. അപ്പോൾ ഈ വെയ്റ്റ്സിൻ്റെ അവസാനം നിങ്ങൾ നോക്കിയേ, എസ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ നിയമം എന്തായിരുന്നു? മോഡൽ ഓക്സിലറി വെർബ്സ് ആയിട്ടുള്ള വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് എന്നിവ ഒരു വാക്യത്തിൽ വരുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും ബേസ് ഫോമിൽ അഥവാ V1 ഫോമിൽ അഥവാ എസ് ഇ എസ് എന്നൊന്നും ചേർക്കാതെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഫോമിലായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വെയ്റ്റ്സ് എന്ന് പറയുമ്പോൾ വെയ്റ്റിന് ശേഷം എസ് വന്നിട്ടുണ്ട്, അതായത് WAIT വെയ്റ്റ് എന്നാണ് അതിൻ്റെ ബേസ് ഫോം അഥവാ V1 ഫോം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ എന്ത് ചേർത്തിട്ടുണ്ട്? എസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ്? തെറ്റാണ്. കോൺകോർഡിലെ 4ാമത്തെ നിയമം നിങ്ങൾ പഠിക്കുകയാണ്. കോൺകോർഡിലെ 4ാമത്തെ നിയമമാണിത്. മോഡൽ ഓക്സിലറി വെർബ്സ് ആയിട്ടുള്ള വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് എന്നിവ ഒരു വാക്യത്തിൽ വരുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന വെർബ് എപ്പോഴും ബേസ് ഫോമിൽ അഥവാ V1 ഫോമിലായിരിക്കണം. ഇവിടെ വന്നിരിക്കുന്ന വെയ്റ്റ്സ് എന്ന് പറയുന്ന വെർബ് എന്താണ്? ബേസ് ഫോമിലല്ല. വെയ്റ്റ്സ് എന്ന് പറയുന്ന വെർബിനെ ബേസ് ഫോമിലേക്ക് മാറ്റാനായിട്ട് അഥവാ V1 ഫോമിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? ആ എസ് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെ വായിക്കാം? ഹി വിൽ വെയിറ്റ് ഹിയർ ടിൽ യു കം എന്നായിട്ട് വായിക്കാം. നിങ്ങൾ ഈ നിയമം ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് സബ്ജക്റ്റ് ഇവിടെ സിംഗുലറോ പ്ലൂറലോ എന്തോ ആയിക്കോട്ടെ, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. അതായത് ഈ പറയുന്ന മോഡൽ ഓക്സിലറി വെർബ്സ് വരുന്ന ടൈമിൽ ഈ പറയുന്ന സബ്ജക്റ്റ് സിംഗുലറോ പ്ലൂറലോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല. വെർബിന് മുന്നേ ആയിട്ട് ഈ പറയുന്ന വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മൈറ്റ്, മേ, മസ്റ്റ് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന വില്ല്, വുഡ്, ഷാള്, ഷുഡ് എന്ന് പറയുന്ന സംഭവം എന്താണ്? മോഡൽ ഓക്സിലറി വെർബ്സ് ആണ്. ഈ പറയുന്ന മോഡൽ ഓക്സിലറി വെർബ്സ് സെൻറ്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം എടാ? ബേസ് ഫോമിലായിരിക്കണം. അതായത് നിങ്ങൾ എസ് ഇ എസ് ഇതൊന്നും ചേർക്കാതെ ഡയറക്റ്റ് അതിൻ്റെ ഏറ്റവും ബേസ് ഫോമിലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സെൻറ്റൻസിൽ വിൽ എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വെർബ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെയ്റ്റ്സ് എന്നത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. പകരം എന്ത് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ? വെയ്റ്റ് എന്നത് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ആണല്ലോ? ഈ റൂള് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യമല്ല, അടുത്ത നിയമത്തിലേക്ക് കടക്കാം. നിയമം ഇത്ര മാത്രമേ ഉള്ളൂ. ഡിസ്റ്റൻസ്, വെയ്റ്റ്, ഹൈറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട് ഓഫ് ക്യാഷ് എന്നിവ ഒരു പ്ലൂരൽ നമ്പറിൽ പറയുമ്പോൾ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് കൺഫ്യൂഷൻ അടിക്കും. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡിസ്റ്റൻസ്, വെയ്റ്റ്, ഹൈറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട് ഓഫ് ക്യാഷ് ഇവയൊക്കെ ഒരു പ്ലൂരൽ നമ്പറിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട വെർബ് സിംഗുലർ ആയിരിക്കണം. അതായത് പ്ലൂരൽ നമ്പർ എന്ന് പറയുമ്പോൾ എത്രയാ? 1 എന്ന സംഖ്യ പ്ലൂരൽ സംഖ്യയാണോ? 2 എന്ന് പറയുന്ന സംഖ്യ പ്ലൂരൽ സംഖ്യയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് പ്ലൂരൽ എന്ന് വെച്ചാൽ 2 അല്ലെങ്കിൽ അതിലധികമോ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്ലൂരൽ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 എന്ന് പറയുന്നത് എന്താ? സിംഗുലർ ആണ്. 2 എന്ന് പറയുന്നത് എന്താ? പ്ലൂറൽ ആണ്. 3 എന്ന് പറയുന്നത് എന്താ? പ്ലൂറൽ ആണ്. ഇനി 3 കഴിഞ്ഞിട്ട് 1000 ആയാലും 10,000 ആയാലും ലക്ഷമായാലും കോടിയായാലും ഒക്കെ എന്ത് തന്നെയാ? പ്ലൂറൽ ആണ്. ഇവിടെ 1 മാത്രമേ എന്തുള്ളൂ? സിംഗുലർ ഉള്ളൂ. 1 എന്ന് പറയുന്ന സംഖ്യ മാത്രമേ എന്തുള്ളൂ? സിംഗുലർ ഉള്ളൂ. ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ എന്താണ്? പ്ലൂറൽ അല്ലേ? അപ്പോൾ നമ്മുടെ നിയമം എന്താ? ഡിസ്റ്റൻസ്, വെയ്റ്റ്, ഹൈറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട് ഓഫ് ക്യാഷ് എന്നിവ ഒരു പ്ലൂരൽ നമ്പറിൽ പറയുമ്പോൾ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട വെർബ് സിംഗുലർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ചോദ്യം തരാം. ചോദ്യം ഇതാണ്. 2 kilos of potatoes dash nothing to carry. 2 kilos of potatoes
ഡാഷ് നത്തിങ് ടു ക്യാരി എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ 2 kilos ഓഫ് പൊട്ടറ്റോസ് എന്ന് പറയുമ്പോൾ അവിടെ 2വിന് ശേഷം കിലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കിലോസ് എന്ന് പറഞ്ഞാൽ എന്താ? തൂക്കമാണ്, അതായത് വെയിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ നിയമം എന്തായിരുന്നു? ഡിസ്റ്റൻസ്, വെയിറ്റ്, ഹൈറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട് ഓഫ് ക്യാഷ് എന്നിവ ഒരു പ്ലൂറൽ നമ്പറിൽ പറയുമ്പോൾ അവിടെ സിംഗുലർ ആണ് ഉപയോഗിക്കേണ്ടത്, അതായത് സിംഗുലർ വെർബ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. ഇവിടെ 2 kilos എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലൂറൽ നമ്പർ ആണ്, അതായത് കിലോസ് എന്ന് പറയുന്നത് വെയിറ്റ് ആണ്, 2 എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സംഖ്യ എന്താണ്? പ്ലൂറൽ ആണ്. അതുകൊണ്ട് തന്നെ അതിന് ശേഷം വരുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം എന്നാണ് നമ്മുടെ നിയമം. അപ്പോൾ 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. എ ഓപ്ഷനായിട്ട് ഹാവ് തന്നിട്ടുണ്ട്, ബി ഓപ്ഷനായിട്ട് ആർ തന്നിട്ടുണ്ട്, സി ഓപ്ഷനായിട്ട് വേർ തന്നിട്ടുണ്ട്, ഡി ഓപ്ഷനായിട്ട് ഈസ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഒറ്റ നോട്ടത്തിൽ പറഞ്ഞേ. നമുക്കറിയാം ഹാവ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ? പ്ലൂറലിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലൂറലിലേ ഉപയോഗിക്കുള്ളൂ. വേർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലൂറലിലേ ഉപയോഗിക്കുള്ളൂ. എന്നാൽ ഈസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സിംഗുലറിലാണ് ഉപയോഗിക്കുക. അതായത് ഈസ് ആയിക്കോട്ടെ, അതുപോലെ ഹേസ് ആയിക്കോട്ടെ, വോസ് ആയിക്കോട്ടെ, നമ്മൾ സിംഗുലറിലാണ് ഉപയോഗിക്കുക. എന്നാൽ ഹേവ് ആയിക്കോട്ടെ, വേർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആർ ആയിക്കോട്ടെ, ഇവയൊക്കെ നമ്മൾ എവിടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ? പ്ലൂറലിലാണ് ഉപയോഗിക്കുക. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് പാസ്റ്റ് ടെൻസിൽ ഐ എന്ന സബ്ജക്റ്റിൻ്റെ ഒപ്പം വോസും വേറും ഉപയോഗിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. സാധാരണയായിട്ട് നമ്മുടെ ഹാസ്, ഈസ്, വോസ് എന്നിവ സിംഗുലറിലാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഹാവ്, അതുപോലെ തന്നെ ആറ്, വേർ ഇവയൊക്കെ എവിടെയാണ് ഉപയോഗിക്കുക? പ്ലൂറലിലാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ അതിൽ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക. പാസ്റ്റ് ടെൻസിൽ ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ വോസും ഉപയോഗിക്കാറുണ്ട്, വേറും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അതായത് ഇപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആക്കരുത്. കുറച്ച് കഴിയുമ്പോൾ അതെന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ടെൻസ് എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ആ ഒരു കാര്യം മാത്രം ഇവിടെ ഓർക്കുക. കോമൺലി വോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഐയുടെ കൂടി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ്? കോമൺ ആയിട്ട് നമ്മൾ സിംഗുലറിൻ്റെ കൂടിയാണ് വോസ് ആയാലും ഹേസ് ആയാലും ഈസ് ആയാലും ഉപയോഗിക്കുക. അതുപോലെ ഹേവ് ആയാലും ആർ ആയാലും വേർ ആയാലും പ്ലൂറലിൻ്റെ കൂടിയാണ് ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഹേവ്, വേർ, ആർ, ഈസ്, ഇതിലേതാണ് സിംഗുലർ എന്ന് പറയുന്നത്? ഈസ് എന്ന് പറയുന്നതല്ലേ സിംഗുലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഈസ് അല്ലേ. അതായത് 2 kilos ഓഫ് പൊട്ടറ്റോസ് ഈസ് നത്തിങ് ടു ക്യാരി എന്നുള്ളതല്ലേ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 5ാമത്തെ നിയമം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഡിസ്റ്റൻസ്, വെയിറ്റ്, ഹൈറ്റ്, ക്വാണ്ടിറ്റി, എമൗണ്ട് ഓഫ് ക്യാഷ് എന്നിവ ഒരു പ്ലൂറൽ നമ്പറിൽ പറയുമ്പോൾ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട വെർബ് എന്തായിരിക്കണം? അത് സിംഗുലർ വെർബ് ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക.